ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, പിള്ളേർക്കും വലിയാക്കും നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ബോംബലോണി. നമ്മുടെ ഡോനറ്റിൻ്റെ അതേ ഡോ ഒക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ ഷേപ്പ് ഒന്ന് മാറും. അതുപോലെ ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഈ ഒരു സാധനം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ബാ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്കൊരു അരക്കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും സിനമൺ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിനമൺ പൗഡർ ഇല്ലാത്തതുകൊണ്ട് സിനമൺ പൊടിച്ചെടുത്തപ്പോൾ കുറച്ച് ചെറിയ പൗഡറായി കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, മെൽറ്റഡ് ബട്ടറും 2 മുട്ടയും 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് അടുത്ത 1 കപ്പ് കൂടെ, അങ്ങനെ ടോട്ടൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈകൊണ്ട് കുഴക്കാൻ പറ്റാത്തവർ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോ ഹുക്ക് ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. വലിയ ഉപകാരമാണ് ആ സാധനം ഉള്ളത്. അപ്പം നന്നായിട്ട് കുഴച്ചെടുത്ത് കണ്ടോ, ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ പൊട്ടാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ മാവ് റെഡിയായി എന്നാണ്. അതുവരെ നമ്മൾ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 1 മണിക്കൂർ മിനിമം വെക്കണം കേട്ടോ. അപ്പോൾ അത് ഡബിൾ സൈസായി വരും. എന്നിട്ട് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് പരത്തിയെടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് കുഞ്ഞു ബോൾ പോലെ ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന ചെറിയ ബോൾ പോലെ ആക്കിയെടുക്കാം, സാധാരണ ഡോനറ്റിനാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ മിനി സൈസിലാണ് കേട്ടോ ബോംബലോണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരത്തിയെടുത്തിട്ട് എന്തെങ്കിലും ഗ്ലാസ്സോ എന്തെങ്കിലും കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിലാണോ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ കുക്കി കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പുതുമന ജ്വല്ലറീൻ്റെ പോലത്തെ ഫ്രീ കിട്ടിയ ഗ്ലാസ്സിലുണ്ടാവും, അതെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടത് സെറ്റാവാം, മീൻസ് അതൊരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും മിനിമം അതും ഒന്ന് പ്രൂഫാകാൻ വെക്കണം. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഏത് സ്ഥലത്തായാലും മൈദ നല്ലോണം വിതറണം. അല്ലാന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുമ്പോൾ അല്ലെങ്കിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പുറക്കേക്ക് പിള്ളേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. ഇനി നമുക്ക് അതൊന്ന് സെറ്റാകുന്ന സമയം കൊണ്ട് ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രഷ് ക്രീമും ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് അതൊരു ഭാഗത്ത് സെറ്റാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കസ്റ്റേർഡിൻ്റെ ഫില്ലിങ്ങും കൂടെ റെഡിയാക്കാം. കസ്റ്റേർഡിൻ്റെ ഫില്ലിങ് ഒരു കപ്പ് പാലിലേക്ക് പഞ്ചസാര കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലിൽ കസ്റ്റേർഡ് പൗഡർ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ട് വേണം അത് പാലിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായി ഇളക്കി കഴിഞ്ഞാൽ, അതായത് തിക്കായിട്ടുള്ള കസ്റ്റേർഡ് ഫില്ലിംഗ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ 2 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബോംബലോണിൻ്റെ ഡോ ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമല്ല, ശരിക്കും ചെറിയ ഒരു തീയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. 2 ഭാഗവും നന്നായിട്ട് ചെറിയ തീയിൽ, എന്നാലേ ഉള്ളു നന്നായിട്ട് കുക്കായി കിട്ടും. അല്ലെങ്കിൽ വേഗം കളർ മാറുന്നേ ഇല്ല, വേവൂല. അങ്ങനെ ഓരോന്നോരോന്നായി കോരി മാറ്റിയതിന് ശേഷം ഷുഗർ പൗഡറും സിനമൺ പൗഡറും കൂടി മിക്സ് ചെയ്തതിലേക്ക് ഇതുപോലെ ഡസ്റ്റ് ചെയ്തെടുക്കണം. പക്ഷേ സിനമൺ പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഷുഗർ പൗഡർ മാത്രമാണ്. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അത് ചെയ്തതിന് അത് വേറെ തന്നെ ഒരു കഴിക്കുമ്പോൾ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഓരോ പീസായിട്ട് എടുക്കുക. അതിൽ കത്തി വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ 2 ഫില്ലിങ്ങും പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിനാൽ സംഭവം സെറ്റ്. എൻ്റെ മോനെ കഴിക്കേണ്ട സാധനമാണ്, പൊളിയാണ്. എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ വിട്ടുന്നതിന് ആദ്യം ചോദിക്കുന്ന കാര്യം ഇന്നെന്താക്കിനെന്നാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഉണ്ടാക്കി കൊടുത്തതിനാൽ ഭയങ്കര സന്തോഷം. ആ സന്തോഷം കണ്ടുകഴിഞ്ഞാൽ അത് മതി നമുക്ക് നാളെ എന്തുണ്ടാക്കണം എന്നില്ല എൻ്റെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ.